ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിബിത. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സമ്മർ മോർണിംഗ് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഇൻ എ ഹോട്ട് സിറ്റി ലൈക്ക് കൊച്ചി. യൂഷ്വലി ഐ വേക്കപ്പ് ലേറ്റ് ബിക്കോസ് നൈറ്റ് ആയിരിക്കും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുന്നത് നല്ല ലേറ്റ് ആയിട്ടായിരിക്കും. 8 മണിക്കൂർ ഉറക്കം എനിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ 8 മണിക്കൂർ കഴിയാണ്ട് ഞാൻ എണീക്കാറില്ല. കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ബെഡൊക്കെ നീറ്റാക്കി ഇട്ടു. അതെനിക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയാണ് ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങളിലോട്ട് കിടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ബ്രഷിങ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ബ്രഷിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവാണ് കേട്ടോ. ഫ്രഷായൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കിച്ചണിൽ കയറും ചായ വെക്കാനായിട്ട്. കിച്ചണിൽ കയറി ആദ്യം തന്നെ ഞാൻ ആ വിൻഡോസൊക്കെ ഒന്ന് തുറന്നു കേട്ടോ, ഒന്ന് എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ചായ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുടിക്കണ വെള്ളം നോക്കിയപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കലൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രം കഴുകുമ്പോൾ ഞാൻ ചായ തിളച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും തിളച്ച് പോകുന്നുണ്ടാവുക. അങ്ങനെ ചായ തിളച്ച് വന്നതിന് ശേഷം ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ചായ വെക്കുന്ന ക്വാണ്ടിറ്റി കണ്ടിട്ട് എന്നോട് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നു, ലിവിങ് അലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്കുള്ള ചായ ഉണ്ടല്ലോ. ഈ ചായ മൊത്തം എനിക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിലേക്കും കൂടി ഉള്ളത് ഞാൻ രാവിലെ തന്നെ വെച്ച് വെക്കും. അതാകുമ്പോൾ ഈവനിങ് വേറെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 2 പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ ഒരു സമയം കൊണ്ട് തന്നെ കുടിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാനതങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് സാമ്പാർ വയ്ക്കാനായിട്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കുക്കറിൻ്റെ വാഷ് കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വിസിലടിക്കാൻ പറ്റില്ല. പിന്നെ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സാമ്പാറിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇത് വെന്ത് വരാനായിട്ട് എന്തായാലും ഒരുപാട് സമയം എടുക്കും. സാമ്പാർ എങ്ങനെ വെക്കേണ്ടതെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും വെക്കുന്നത് അതേപോലെ തന്നെയാണോ ഞാനും വെക്കുന്നത്. അങ്ങനെ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം വല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പം ക്ലീൻ ആക്കി ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതാകുമ്പോൾ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല അവസാനം എല്ലാം കൂടെ കഴിയുമ്പോൾ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് തിളച്ച് മൊത്തം ഗ്യാസിലോട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാനത് അപ്പം തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം അപ്പം തന്നെ ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ അരിയും ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ജാറിലിട്ടിട്ട് ഞാൻ മൂടി വെച്ച് അടയ്ക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് അടയുന്നില്ല. അപ്പോൾ ഞാൻ മൂടിയിലുള്ള വാഷ് നോക്കിയപ്പോൾ അത് ഞാൻ തല തിരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇട്ടപ്പോൾ ജാറ് കറക്റ്റ് അടഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പിലോട്ട് ചുവന്നുള്ളിയും തക്കാളിയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഉഴുന്ന് ഞാൻ ഓൾറെഡി അരച്ചു കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് ചോറും കൂടി ഇട്ടിട്ടൊന്ന് അരയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മുന്നത്തെ ദിവസം വെച്ചത്. അത് ഞാൻ തിളപ്പിച്ചൂറ്റി എടുത്തിട്ട് എനിക്ക് ലഞ്ചിന് കഴിക്കാനാണ് കേട്ടോ. പണികൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു വെക്കുന്നതേ ഉള്ളൂ. സാമ്പാറിലോട്ട് ആവശ്യത്തിനുള്ള പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരച്ചു വെച്ചിട്ടുള്ള മാവ് ഞാൻ വേറെ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാനാണ് കേട്ടോ, അതൊന്ന് പുളിച്ച് പൊന്തി വരാനായി. മറ്റേ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് കുറേ നേരമായിട്ടും പരിപ്പ് വെന്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വലിയൊരു കുക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ട് പരിപ്പ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ കടുക് വറുത്തിട്ട് കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഡെയിലി രാവിലെ 2 മുട്ട കഴിക്കാറുണ്ട്. അത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് വെച്ചിട്ട് തന്നെ 2 ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കണേ.
ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. യൂഷ്വലി എൻ്റെ മോർണിംഗ്സ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ഓൾ, ബൈ.